അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ആദരിച്ചതിൻ്റെ ഭാഗമായി അവിടുന്നുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും വലിയ മഹത്വവും പ്രാധാന്യവും അള്ളാഹു നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ അവിടുത്തെ നാമത്തിന് ധാരാളം സവിശേഷതകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് 7-ാം ദിവസം അവിടുത്തേക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തപ്പോൾ ഹഖീഖത്തറുത്ത് ഖുറൈശി പ്രമുഖരുൾപ്പെടെയുള്ളവർക്ക് സദ്യ നൽകിയപ്പോൾ അവിടെ ഖുറൈശികൾ ചോദിച്ചിരുന്നു മുത്തുനബിയുടെ ഉപ്പയുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിനോട്, എന്താണ് നമ്മുടെ തറവാട്ടിലെ കഴിഞ്ഞുപോയ പ്രധാനികളുടെ പേരുകളൊന്നും വെക്കാതെ നേരത്തെ നമ്മുടെ തറവാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത പുതിയ ഒരു പേര് മുഹമ്മദ് എന്ന് നിങ്ങൾ നാമകരണം ചെയ്യാൻ കാരണം എന്ന്. അബ്ദുൽ മുത്തലിബ് അവർക്ക് നൽകിയ മറുപടി, പേരറിയിക്കുന്നത് പോലെ ഈ കുഞ്ഞ് ലോകം മുഴുവനും സ്തുതിക്കപ്പെടുന്ന കുഞ്ഞാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീടുണ്ടായ കാര്യങ്ങൾ എന്നത് ചരിത്രം തെളിയിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ ആദ്യമായി അള്ളാഹു അവിടുത്തെ രൂപം സൃഷ്ടിച്ചതിന് ശേഷം റൂഹ് നൽകിയപ്പോൾ ജീവൻ കിട്ടിയ ആദം നബി തല ഉയർത്തി നോക്കിയപ്പോൾ അർശിൻ്റെ മുകളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അള്ളാഹുവിൻ്റെ പേരിനോട് ചേർത്തി എഴുതപ്പെട്ടത് കണ്ട അനുഭവം ആദം നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേര് നമുക്ക് നാമകരണം ചെയ്യാവുന്നതും അതിന് ധാരാളം സവിശേഷതകൾ ഉള്ളതുമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞത്ത് ആണ് അബുൽ ഖാസിം എന്നത്. അബുൽ ഖാസിം എന്ന് നാമകരണം ചെയ്യുന്നതിന് തൊട്ട് നിരോധന ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് എന്ന് പേര് വെക്കുന്നതിന് കുഴപ്പമില്ലെന്നു മാത്രമല്ല, ഏറ്റവും മഹത്തായൊരു പേരായി പല മഹാന്മാരും പരിചയപ്പെടുത്തിയതാണ് മുഹമ്മദ് എന്ന പേര്. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖസീദത്തുൽ ബുർദയിൽ ഒരു വരി നമുക്ക് കാണാം. ഫഇന്നലി ദിമ്മത്തൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എനിക്ക് വലിയൊരു പ്രതീക്ഷയുള്ളത് എൻ്റെ നാമം മുഹമ്മദാണ് എന്നതാണ്. ബൂസീരി ഇമാമിൻ്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദ് എന്ന പേരുള്ള ആളുകളുടെ ഉത്തരവാദിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ ഉടമ്പടി ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കരാറ് പൂർത്തീകരിക്കുന്ന ആളാണ്, കരാറ് ലംഘിക്കാത്ത ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പേര് മുഹമ്മദായതിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന ആശയം കുറിക്കുന്ന വരി ഖസീദത്തുൽ ബുർദയിൽ നമുക്ക് കാണാം. ഖസീദത്തുൽ ബുർദയ്ക്ക് ധാരാളം ഷറഹുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെട്ട സുപ്രധാനമായ ഒരു ഷറഹാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഉംദ ഫി ഷറഹിൽ ബുർദ എന്ന ഗ്രന്ഥം. ഈ വരിയെ വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഈ വരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉത്തരവാദിത്വത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞത്, ദിമ്മത്തിലാണ് എന്ന് പറഞ്ഞത് ചില ഹദീസുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പറയുന്നു. ആ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഹമ്മദ് എന്ന പേര് വെച്ച ആളുകൾക്കുള്ള സവിശേഷതകളാണ്. അവർ സ്വർഗത്തിലായിരിക്കുമെന്നും നരകത്തിൽ കടക്കുകയില്ലെന്നും തുടങ്ങിയ ഹദീസുകൾ. സത്യത്തിൽ മുഹമ്മദ് എന്നും അഹ്മദ് എന്നും പേര് വെച്ച ആളുകൾക്കുള്ള മഹത്വങ്ങൾ പറഞ്ഞ് ഗ്രന്ഥരചനകൾ വരെ നടന്നിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഖസീദത്തുൽ ബുർദയുടെ ഷറഹുകളിൽ ധാരാളമായി ഈ വരിയുടെ വിശദീകരണത്തിൽ ഈ പേരിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫളായിലു തസ്മിയത്തി ബി അഹ്മദ വ മുഹമ്മദ് എന്ന പേരിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗ്രന്ഥരചന നടന്നിട്ടുണ്ട്. അതിൽ ധാരാളം ഈ പേരിൻ്റെ സവിശേഷതകൾ പറയുന്ന ഹദീസുകൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അഹ്മദ് ബിൻ ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു ബുർദയുടെ ഈ വരിയുടെ ഷറഹിൽ പറഞ്ഞ ഏതാനും ചില ഹദീസുകൾ മാത്രം വിവരിക്കുകയാണ്. ഇതിൽ ഉദ്ധരിച്ച ഹദീസുകൾ ധാരാളം ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കാവുന്നതും പ്രസ്താവ്യയോഗ്യമാതുമായ ഹദീസ് മാത്രം തിരഞ്ഞെടുത്ത് പറയാൻ ഹദീസിൻ്റെ ബലാബലങ്ങളും സ്വീകാര്യതയെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ്
ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഏതാനും ഹദീസുകളിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നത്. 2 ഹദീസുകളെ സംബന്ധിച്ച് ഇത് ദഈഫാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ ഉദ്ധരിച്ചത്. ആ ഹദീസുകൾ ഞാനിപ്പോൾ പറയുന്നില്ല. അതല്ലാത്ത ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഉംദയിൽ ഉദ്ധരിച്ച 3-4 ഹദീസുകളുടെ ആശയം പറയാം. ഒന്ന്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. യൂഖഫു അബ്ദാനി ബൈന യദൈല്ലാഹി തആല ഫയുഅ്മറു ബിഹിമാ ഇലൽ ജന്ന. 2 അടിമകളെ അള്ളാഹുവിന് മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ അന്ത്യനാളിൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടും. ഫയഖൂലാനി റബ്ബനാ ബിമസ്തഅഹൽനൽ ജന്ന വലം നഅമൽ അമലൻ യുജാസീനൽ ജന്ന. അവർ തന്നെ കൗതുകത്തോടെ ചോദിക്കും, ഞങ്ങളെങ്ങനെയാണ് സ്വർഗത്തിൽ കടക്കാൻ യോഗ്യരായത്? സ്വർഗത്തിൽ കടക്കാൻ പര്യാപ്തമായ, സ്വർഗം പ്രതിഫലമായി ലഭിക്കാൻ മതിയായ അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നവർ ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയും, ഉദ്ഖുലൽ ജന്ന ഫഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ യദ്ഖുലൻ നാറ മൻ ഇസ്മുഹു അഹ്മദ് വലാ മുഹമ്മദ്. നിങ്ങൾ സ്വർഗത്തിൽ കടന്നോളൂ, ഞാൻ മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ പേരുള്ള ഒരാളെയും നരകത്തിൽ കടത്തുകയില്ല എന്ന്, അങ്ങനെ പേരുള്ളവർ നരകത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ സ്വന്തം നഫ്സിൻ്റെ മേൽ ശപഥം ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയും എന്നാണ് ഒരു ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന് ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. ആ മലക്കുകൾ അഹ്മദ്, മുഹമ്മദ് എന്ന് പേരുള്ള, അഹ്മദ് എന്നോ മുഹമ്മദ് എന്നൊക്കെ പേരുള്ള ആളുകളുടെ വീടുകളിൽ പ്രത്യേകമായി സന്ദർശിക്കുകയും അവരുടെ കാവൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം. ഇനി വേറെ ഒരു ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ മുഹമ്മദ് എന്നും അഹ്മദ് എന്നും പേരുള്ള ആളുകൾക്കുള്ള സവിശേഷതകളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ മാഇദത്തിൻ ഉളിഅത് ഫഹദറ അലൈഹാ മൻ ഇസ്മുഹു അഹ്മദ് ഔ മുഹമ്മദ് ഇല്ലാ ഖദ്ദസല്ലാഹു ദാലിക്കൽ മൻസില കുല്ല യൗമിൻ മറത്തൈൻ. ഒരു സുപ്രയിൽ, ഒരു തീന്മേശയിൽ മുഹമ്മദ് എന്ന് പേരുള്ള ആൾ അല്ലെങ്കിൽ അഹ്മദ് എന്ന് പേരുള്ള ആൾ സന്നിഹിതനാവുകയാണെങ്കിൽ അല്ലാഹു തആല ആ വീട് 2 തവണ ഒരു ദിവസം തന്നെ ആ വീടിന് അല്ലാഹു തആല പരിശുദ്ധത നൽകും എന്ന് അങ്ങനെ ഒരു ഹദീസും കാണാം. മറ്റൊരു ഹദീസ് കൂടെ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മൻ വലദ ലഹു മൗലൂദ് ഫസമ്മാഹു മുഹമ്മദ ഹുബ്ബൻ ലി വതബറുകൻ ബിഹി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുകയും കുഞ്ഞിന് മുഹമ്മദ് എന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ടും ആ പേര് കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയും മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്താൽ നാമകരണം ചെയ്ത ആളും അവൻ്റെ കുഞ്ഞും ഇരുവരും സ്വർഗത്തിലാണ് എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം. അപ്പോൾ മുഹമ്മദ് എന്ന പേരിന് എത്രത്തോളം മഹത്വമാണ് അല്ലാഹു തആല കൽപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുഹമ്മദ് എന്ന പേര് എഴുതിയാൽ മനുഷ്യ ശരീരത്തിൻ്റെ രൂപത്തിനോട് സാദൃശ്യമായ രൂപമാണ് ഉണ്ടാവുക. മനുഷ്യനെ തന്നെ മുഹമ്മദ് എന്ന പേരിൻ്റെ രൂപത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അക്കാര്യം കൂടി തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. തലയുടെ ഭാഗം മീമും, കയ്യിൻ്റെ ഭാഗം ഹാവും, അരക്കെട്ടിൻ്റെ ഭാഗം 2ാമത്തെ മീമും, 2 കാലുകളുടെ ഭാഗം ദാലും. മനുഷ്യനങ്ങനെ ചുരുണ്ടുകൂടി ഒരു സ്ഥലത്ത് കിടന്നാൽ ആ കിടന്ന് എണീറ്റ് പോകുന്ന സ്ഥലത്ത് മുഹമ്മദ് എന്ന് എഴുതപ്പെട്ടതുപോലുള്ള ഒരു അടയാളം, അങ്ങനെ അടയാളം പതിയുന്ന മണ്ണിലോ മറ്റൊക്കെ കടന്നാൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ രൂപം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് എന്ന നാമത്തോട് യോജിച്ച രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നും, അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നത് കാണാം, മനുഷ്യൻ്റെ രൂപം ഈ നാമത്തോട് സാദൃശ്യമുണ്ടായതുകൊണ്ട് നരകത്തിൽ വെച്ചുകൊണ്ട് മുത്തുനബിയുടെ പേരിൻ്റെ രൂപമുള്ള മനുഷ്യനെ ശിക്ഷിക്കാൻ അള്ളാഹു തയ്യാറാവുകയില്ല. അതുകൊണ്ട് നരകത്തിൽ അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെയെല്ലാം അവരെ രൂപമാറ്റം വരുത്തിയതിന് ശേഷം, അവരുടെ മനുഷ്യരൂപത്തിൽ നിന്നും അവരെ മാറ്റിയതിന് ശേഷം മാത്രമാണ് അല്ലാഹു തആല ശിക്ഷിക്കുക എന്നതും, ഇക്റാമൽ സൂറത്തി ഹാദൽ ലഫ്ള്, ഈ ഒരു പദം എഴുതിയതിൻ്റെ രൂപത്തിനെ ബഹുമാനിച്ചിട്ട് അങ്ങനെ അല്ലാഹു തആല രൂപഭേദം ചെയ്യുമെന്നു വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്ന നാമത്തിൽ 4 അക്ഷരങ്ങളാണുള്ളത്. അല്ലാഹ്
എന്ന നാമത്തിലുള്ളതുപോലെയുള്ള 4 അക്ഷരങ്ങളാണ് മുഹമ്മദ് എന്ന പേരിലും ഉള്ളത്. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനു തന്നെയുണ്ട്. മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുകയും ഉള്ള സമയത്ത് മാത്രം അവരെ മുഹമ്മദ് എന്ന നാമകരണം എന്ന നാമം വിളിക്കുകയും അല്ലാത്ത സമയത്ത് മറ്റൊരു പേര് വിളിക്കുകയും ചെയ്തിരുന്ന മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഹ്രസ്വമായ ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടുന്ന എല്ലാ ഷറഫുകളും ഒരുമിച്ച് കൂട്ടാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമുക്ക് കടപ്പാടുള്ളവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.